ഹലോ. ഹലോ. ഇത് അംഗനവാടിയുടെ പ്രൊഡ്യൂസർ ആണോ? ആണല്ലോ. ആരാ വിളിക്കുന്നേ? ശ്രീകാർത്തിക. ഞാൻ കോട്ടയത്ത് നിന്ന് വിളിക്കുക. ഞാനൊരു കഥ എഴുതിയായിരുന്നേ. സിനിമാ കഥയാണോ എഴുതിയത്? ആ, ഞാൻ അത് ഫുൾ കംപ്ലീറ്റ് ആക്കി. ആരാണ് നായകൻ? നായകൻ ഷെയ്ൻ. ഈ കഥ എവിടാ നടക്കുന്നേ? ഏത് സ്ഥലത്താ നടക്കുന്നേ? കഥ നടക്കുന്നതെന്ന് വെച്ചാല് കോഴിക്കോട്, അങ്ങനെയില്ല, കോട്ടയം അവിടെയൊക്കെ. ഇത് ലവ് സ്റ്റോറി ആണോ അതോ കുടുംബകഥയാണോ അതോ കുടുംബകഥ പോലെ? കുടുംബകഥ പോണതാണോ? കഥാനായകന്റെ റോൾ എന്താണ് ഇതിനകത്ത്? ഇതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ മരിക്കുന്ന പോലത്തെ ഒരു ഇതാ. കഥാനായകൻ മരിച്ചു പോകുന്നതാണ് ഈ സിനിമ. നായകൻ മരിച്ചു പോയി കഴിഞ്ഞാൽ സിനിമ വിജയിക്കുവോ? നായിക ആണെങ്കില് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെതായി പ്രശ്നങ്ങളൊക്കെ ആയി, ഭയങ്കരമായിട്ട് കുടുംബത്തിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ലാസ്റ്റ് കുറെ ഇതൊക്കെ ഉണ്ട്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, ഇങ്ങനെ സ്നേഹം പോലത്തെ ഫസ്റ്റ് ഒരു നല്ല പാട്ട്. അല്ല 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 കുറച്ചിങ്ങനെ കുറച്ച് സങ്കടം അങ്ങനെ. അതാണ് സ്നേഹം. ഫസ്റ്റ് ഒരു കുഞ്ഞു കുട്ടി, ആൺകുട്ടിയാണ്. എത്ര വയസ്സുണ്ട്? ഒരു 8 വയസ്സൊക്കെ. അപ്പം ഇവനൊരു വലിയ ആഗ്രഹമായിരുന്നു, ഇവനൊരു കമ്പനി തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ അങ്ങനെ ഇങ്ങനെയുള്ള ഇതൊക്കെ. 8 വയസ്സുള്ള കുട്ടിക്കാണ് ആഗ്രഹം. അപ്പം ഈ ആഗ്രഹം അങ്ങനെ സാധിക്കാൻ പറ്റിയില്ല. കുറച്ച് വലുതായി കഴിഞ്ഞ് ഒരു 25 വയസ്സൊക്കെ ആയപ്പോ ജോലിയൊക്കെ കിട്ടി. അപ്പൊ ഇവൻ കല്യാണമൊക്കെ കഴിച്ചു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ ഇവന്റെ ഭാര്യ ഗർഭിണിയായി. ഒരു ദിവസം ഇവന് ജോലിയൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ഇവന്റെ കൂട്ടുകാർക്കൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പൊ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് ഇതായിരുന്നു. അപ്പൊ ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവന്റെ അമ്മൂമ്മ, വീട്ടിലാരൊക്കെയുണ്ട്? എന്റെ വീട്ടില് ഇവന്റെ അമ്മൂമ്മ, ഇവന്റെ ആണെങ്കിൽ അച്ഛനുണ്ട്, ഇവന്റെ അമ്മയുണ്ട്, പിന്നെ ഇവന്റെ ഒരു അനിയത്തിയുണ്ട്, പെങ്ങളുണ്ട്. ഇത്രയും പേരേ ഉള്ളൂ. അത് അപ്പത്തേക്കും ഇവൻ വലുതായപ്പോഴത്തേക്കും ഇവന് അങ്ങനെ ജോലി അങ്ങനെ ഇത് കിട്ടിയില്ല. ഫസ്റ്റ് ജോലി നോക്കിയപ്പോഴത്തേക്കും കിട്ടിയില്ല, പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടി. അപ്പൊ അവന് ഭയങ്കര സന്തോഷമായി, എത്രയെങ്കിലും കിട്ടിയല്ലോ എന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഇവനാണെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ TV കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഭാര്യയുടെ അമ്മ വന്നു, ചോദിച്ചു നിനക്ക് ജോലിയൊന്നും ഇല്ലേടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, എനിക്കിന്ന് ഓഫീസ് ലീവാന്ന് പറഞ്ഞു. ചോദിച്ചു വെറുതെ ഒരു ജോലി കൊണ്ടിരിക്കുക, കാശ് എന്തെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അവന് ഭയങ്കരമായിട്ട് സങ്കടമായി. കിട്ടിയപ്പോ ചോദിച്ചു കാശ് എത്രയുണ്ടെന്ന് ചോദിച്ചു. എനിക്ക് 10,000 രൂപ കിട്ടുന്നുണ്ട് ഇപ്പം, ഇനി അടുത്ത ഇതിൽ ചിലപ്പോ കൂടുതലായിട്ട് കിട്ടുമായിരിക്കും, അറിഞ്ഞുകൂടെന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മായിയമ്മ ചോദിച്ചു ശരിയെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ അമ്മായിയമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും മോളോട് ചോദിച്ചു നിനക്ക് എന്റെ കൂടെ കിടന്നിട്ട് മതിയായില്ലേ, നിനക്ക് നിന്റെ ജീവിതം നോക്കണ്ടേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ നിന്നാ മതി, എനിക്ക് അങ്ങോട്ട് വരണമെന്നൊന്നും ആഗ്രഹമില്ല, ഞാൻ ഇവിടെ നിന്നോളാം, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം മോള് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോ ഇവൻ പെട്ടെന്ന് മുകളിലേക്ക് കേറിപ്പോയി. എന്നിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞു, ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞു. അപ്പൊ ഇവന്റെ ഭാര്യ മക്കളൊക്കെ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഇവൻ തോന്നി. പക്ഷെ എന്നാലും അവൻ വിചാരിച്ചു എനിക്കിത് പറ്റത്തില്ല, ഇനി എനിക്ക് ഒന്നും അങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള ഇതില്ല എന്നവൻ മനസ്സിലാക്കി. അപ്പം റൂം അടച്ചിട്ടു. അത് കഴിഞ്ഞപ്പോ ശബ്ദമോ കാര്യങ്ങളോ ഒന്നും കേൾക്കാനില്ല. അപ്പൊ ഇവനിങ്ങനെ ഞാൻ മരിക്കാൻ പോവാന്ന് പറഞ്ഞ് ഇവൻ തൂങ്ങി ചത്തുപോയി. ഇവന്റെ ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. ഭാര്യ ഇതായിട്ട് ജീവിക്കുമ്പോഴാണ്. എന്തിനാ തൂങ്ങിച്ചാവുന്നതിന്റെ കാരണം എന്താ? എല്ലാം സങ്കടപ്പെട്ടിട്ട് ഭയങ്കരമായിട്ട്. എന്താ സങ്കടപ്പെടാനുള്ള കാരണം? ഈ 10,000 രൂപ ആണോ സാലറി എന്ന് ചോദിച്ചതാണോ? അല്ല 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 അമ്മായിയമ്മ വന്നപ്പോഴേ ഭയങ്കരമായിട്ട് ചോദിച്ചില്ലേ എന്താ ജോലി വല്ലതും ഉണ്ടോന്നൊക്കെ ചോദിച്ചില്ലേ. അപ്പൊ അവന് ഭയങ്കരമായിട്ട് സങ്കടമായി. ഈ ജോലി ഉണ്ടോന്നൊക്കെ അറിഞ്ഞിട്ടല്ലേ ഇവനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നേ? അതെ, പക്ഷെ ഇവന് ജോലി കിട്ടിയത് കല്യാണം കഴിഞ്ഞാണ്. അപ്പൊ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവന് ജോലിയില്ല? ഇല്ല 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 ഇല്ല. അപ്പൊ പിന്നെ അമ്മായിയമ്മ ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാ? ഈ അമ്മായിയമ്മ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദുഷ്ടതയുള്ള ഒരു പുള്ളിക്കാരത്തിയാണ്. നായകൻ എന്നൊരു ഒരു മണ്ടനായി പോത്തില്ലേ? കല്യാണവും കഴിച്ച് ഭാര്യയൊക്കെ ഒറ്റപ്പെടുത്തിട്ട് പോയി ചാത്ത് കഴിയുമ്പോ ഇയാളൊരു മണ്ടനാണെന്നല്ലേ? അങ്ങനെയല്ല. കടങ്ങളൊന്നും ഇല്ലല്ലോ, ഇവർക്ക് ജോലി ചെറിയ ശമ്പളമാണെന്നല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു കാരണത്താൽ എങ്ങനെയാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നത്? ഈ ഭാര്യ അറിഞ്ഞു, അമ്മായിയമ്മ എന്തോ പറഞ്ഞിട്ടാണ്, എന്തോ ടെൻഷൻ ഉണ്ടായിട്ടാണ് പുള്ളിക്കാരൻ മരിച്ചെന്നറിഞ്ഞു. എന്റെ അമ്മായിയമ്മ എന്റെ ഭർത്താവിനെ എങ്ങനെ ഇതാക്കി എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തപ്പോഴത്തേക്കും സ്വന്തം അമ്മയ്ക്കെതിരെ മകള് പരാതി കൊടുത്തു.
പോലീസ് വന്നു, അമ്മയോട് ചോദിച്ചു, എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഇവര് ഈ ഭാര്യയും മക്കളും ആണെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് വീടെടുത്തു, ഇവര് സുഖമായിട്ട് ജീവിക്കാറുണ്ട്. അപ്പൊ ഒരു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടു. അപ്പൊ നോക്കിയപ്പോ ഇവരുടെ അമ്മായിയമ്മ വന്നു, എന്തേലും കഴിക്കാൻ വിശക്കുന്നതൊക്കെ പറഞ്ഞു ചോദിച്ചു, നിങ്ങളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ ഇത് നീ ആയിരുന്നോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ ഞാനാ, എന്താ കുഴപ്പം ചോദിച്ചു. അപ്പൊ അമ്മായിക്ക് ഭയങ്കര സങ്കടമായി, ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, എനിക്ക് തെറ്റ് പറ്റിപ്പോയെന്നൊക്കെ ഒന്ന് പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് വിഷമിച്ചു. മോള് കുറച്ച് കഞ്ഞി കൊണ്ടു കൊടുത്തു. കഞ്ഞി കൊണ്ടു കൊടുത്തപ്പോ പറഞ്ഞു, ധാരാളം, എനിക്ക് ഇത്രയും മതി. എവിടെയാണ് പാട്ടെന്ന് പറയുമ്പോ ഇത് മരിച്ചിനി ഭാര്യയും മക്കളും വേറെ വീട്ടിലേക്ക് മാറില്ലേ, ആ സമയത്തോ? ആ സമയത്താണ് ഈ പാട്ട് തന്നെ. ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴാണ് പാട്ട്, ഇവന്റെ ഓർമ്മകളൊക്കെ ആയിട്ട് പോകുമ്പോഴോ? മയമ്മ ചോദിച്ചു, മോളെ ഞാൻ ഇവിടെ താമസിച്ചോട്ടെ ചോദിച്ചു. നിങ്ങൾക്ക് എന്റെ ഭർത്താവിനെ കൊല്ലണ്ടായിരുന്നു, നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നു, ഇപ്പൊ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമോ എന്നും ചോദിച്ചപ്പോ പറഞ്ഞു, മോളെ എനിക്കൊരു അബദ്ധം പറ്റിയതാ എന്ന് പറഞ്ഞു. അപ്പം മോള് പറഞ്ഞു, ഒരു ദിവസം ഇവിടെ താമസിച്ചോ, അത് കഴിഞ്ഞിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും ഈ അമ്മായിയമ്മ ഒരു തീരുമാനം എടുത്തു, ഇവർ രണ്ടുപേരെയും കൊല്ലാന്നുള്ള തീരുമാനം എടുത്തു. എന്നിട്ട് ആ വീടെല്ലാം സ്വന്തമാക്കാൻ ഒരു തീരുമാനം എടുത്തു. അപ്പം ഇവരെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അമ്മായിയമ്മയ്ക്ക് വീടും ഇതെല്ലാം സ്വന്തമായി. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അമ്മായിയമ്മ ഉച്ചയ്ക്ക് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പം പുറത്ത് കോളിംഗ് ബെൽ അടിച്ചു. പോയി നോക്കിയപ്പോ ആരുമില്ല. പുള്ളിക്കാരത്തി നായകന്റെ പ്രേതമാണത്. പുള്ളിക്കാരത്തി ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും ഒരു രൂപം, പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു രൂപം പുറകില്, ഈ നായകന്റെ പോലെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കൂലേ നമ്മള്, അതുപോലെ ഇങ്ങനെ ഒരു രൂപം. അപ്പൊ പുള്ളിക്കാരൻ പെട്ടെന്ന് പേടിച്ചു പോയി. പക്ഷെ അത് പുള്ളിക്കാരത്തി ഞങ്ങൾ കാര്യമാക്കിയില്ല. പുള്ളിക്കാരത്തി നോക്കി, രാത്രിയായി, ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി TV കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു സൗണ്ട്, ടിക് ടിക് എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട്, ക്ലോക്കിന്റെ സൗണ്ട്, അതുപോലത്തെ ഒരു സൗണ്ട്. അപ്പൊ പുള്ളിക്കാരത്തി പൊക്കത്ത് പോയി നോക്കിയപ്പോഴത്തേക്കും ഒരു സാധനം ഇങ്ങനെ കഴുത്തിൽ വന്നിട്ട് എന്തോ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഞരമ്പൊക്കെ ഇങ്ങനെ പൊങ്ങി എന്തോ പോലെ കൈ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ മരിക്കുന്ന ആ ഒരു ഇതില്ലേ, അതുപോലെ ആയി. ഈ പുള്ളിക്കാരത്തിൽ നിന്ന് നിലവിളിച്ചപ്പോഴത്തേക്കും നാട്ടുകാര് ഓടി വന്നു. ഇവര് ആണെങ്കിൽ ഈ വാതിലൊക്കെ തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഈ നാട്ടുകാരെല്ലാം കൂടെ ഒരു കമ്പി എടുത്തിട്ട് ആ വാതിൽ കുത്തിപ്പൊളിച്ചു. അപ്പൊ നോക്കിയപ്പോഴത്തേക്കും ഈ അമ്മായിയമ്മ അവിടെ കിടപ്പുണ്ട്, വേറെ ആരും കാണാനില്ല. പെട്ടെന്ന് ഈ അമ്മായിയമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആംബുലൻസ് വിളിച്ചിട്ട് ഒരു 8 പേര് കൂടെ പോയി. അല്ല 2 പേര് കൂടെ പോയി. ഇപ്പൊ രാത്രിയല്ലേ. വീടൊക്കെ നോക്കിയപ്പോഴത്തേക്കും കരണ്ട് പോയപ്പോ ഈ നാട്ടുകാരെല്ലാം കൂടെ എല്ലാരും അല്ല, കുറച്ച് വേഗം പിടിച്ചു. അപ്പൊ ഒരുത്താൻ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോ വിളിച്ചവനെ കാണാനില്ല. ഈ പോലീസുകാർ നോക്കുമ്പോ വീട് കാര്യങ്ങളൊന്നുമില്ല, ആരുമില്ല, ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കത്തില്ല, ഇങ്ങനെ കല്ലൊക്കെ കിടക്കുന്ന പോലെ, അതുപോലെ കിടക്കാം. അപ്പൊ നോക്കിയപ്പോ വിളിച്ചവനെ കണ്ടു. അപ്പൊ വിളിച്ചു, സാറേ ഞാനാ വിളിച്ചതെന്ന് പറഞ്ഞു. ഈ വീടിനകത്ത് കുറെ ആളുകളുണ്ട്, അവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വീടൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇവൻ തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ വീടൊന്നും ഇല്ല. പക്ഷെ അവൻ നേരത്തെ കണ്ട വീട് പിന്നെ ഏതാന്ന് നോക്കി അവനിങ്ങനെ ചിന്തിച്ചു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർ പിന്നെ വന്നപ്പോ വീട് അവിടെ തന്നെയുണ്ട്, ഒരു കുഴപ്പമില്ലാതെ വീട് അവിടെ തന്നെയുണ്ട്. അപ്പൊ പോലീസുകാർ ചിന്തിച്ചു, ഇച്ചിരി മുമ്പ് വന്നപ്പോ ആ വീട് അവിടെയായിരുന്നു. ആലോചിച്ച് നോക്കിയപ്പോ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല, ആകെ കൺഫ്യൂഷനായി. അവരിങ്ങനെ പോലീസുകാരെല്ലാം കൂടെ ഇതായി. അപ്പൊ ഒരു സ്ത്രീ ഇങ്ങനെ സാരി കൊടുത്തൊരു കായലില്ലേ, കായലൊക്കെ പോലെ ഇല്ലേ, ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പൊ പുള്ളിക്കാരിനെ പോയി തൊട്ടപ്പോ ഇനി അവിടെ ആരും ഇല്ല എന്നുള്ളൊരിതാ. തൊടുമ്പോഴൊന്നും ഇങ്ങനെ നമ്മൾ തൊടുന്ന ആ ഒരു ഇതില്ല. പുള്ളിക്കാരൻ പെട്ടെന്ന് പേടിച്ചു പോയി. കൈ പെട്ടെന്ന് എടുത്തപ്പോ കയ്യിലും നിറയെ ചോരപ്പോ പുള്ളിക്കാരൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വേറെ പോലീസുകാരെ എല്ലാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ വീട് മൊത്തത്തില് പരിശോധിക്കുക, അവിടെ എന്താണ് സംഭവം എന്നൊക്കെ നോക്കിയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു പ്രൂഫ് കിട്ടി. അതായത് ഒരു ഫോൺ കിട്ടി. ഈ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കുറെ വീഡിയോ, പക്ഷെ ഇതെല്ലാം ബ്ലാക്ക് വീഡിയോ. പക്ഷെ ഈ പുള്ളിക്കാരത്തിൽ കൊന്ന വീഡിയോ അതിനകത്തുണ്ട്. പക്ഷെ ആരെ കൊന്നേന്നുള്ള അതില്ല. ആ കഴുത്തെ പിടിക്കുന്ന അത് മാത്രമേ അതിനകത്ത് പ്രൂഫ് ആയിട്ടുള്ളൂ. മരുമോനാണ് കൊന്നത്. മരുമോനാണ് കൊന്നത്. പക്ഷെ മരുമോനെ അതിനകത്ത് കാണാൻ പറ്റില്ല. അപ്പൊ പിന്നെ ആരാ മൊബൈൽ വെച്ച് വീഡിയോ എടുത്തത്? മകളുടെ പ്രേതമാണോ? കഴുത്ത് ഇങ്ങനെ ഇതായി ഇങ്ങനെ പൊങ്ങളവരെ കാണാൻ പറ്റുള്ളൂ. ഇവര് ആരും കൊല്ലാതെ ഇവരെങ്ങനെ തനിയെ മരണപ്പെടുന്നതിന് ചോദിച്ചപ്പോ പോലീസുകാരനെ വിളിച്ചില്ലേ, അവൻ പറഞ്ഞു, സാറേ ഈ വീഡിയോ ഈ ഫോണൊന്നും ഞങ്ങൾ കണ്ടില്ല, ഇവിടെ ഞങ്ങളുടെ ഈ വീട്ടിൽ കയറിയപ്പോ ഇവിടെ നിറയെ രക്തമായിരുന്നു സാറേ. അപ്പൊ ഇതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. കാരണം ഈ അമ്മയമ്മ അവിടെ എല്ലാവർക്കും ഫുഡൊക്കെ മേടിച്ചു കൊടുക്കും, ഈ പിച്ചക്കാരൊക്കെ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു.
ഇന്റർവെൽ വരുന്നത് എവിടാ ഈ കഥയുടെ? ഇന്റർവെൽ വരുന്നത് അമ്മായിയമ്മ ഫോണിങ്ങനെ നോക്കുന്ന സമയമില്ലേ, അവിടെയാണ് അവിടെ ഒരു ഇന്റർവെൽ. ഇന്റർവെൽ വരും. ഇത് മൊത്തം ടെസ്റ്റ് ആണല്ലോ. മകനെ അമ്മായിമ്മ കൊന്നു. അമ്മായിമ്മ പിന്നീട് മോളെയും കൊന്നു. മരുമോന്റെ പ്രേതം വന്നിട്ട് ഈ അമ്മായിമ്മയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു കൊന്നു. അപ്പൊ ഇതിനകത്ത് ഈ പിള്ളേര് മാത്രമേ ഉള്ളൂ. പിള്ളേരുണ്ട്, പിന്നെ ഇവരെ നോക്കുന്ന ഒരാളും ഉണ്ട്. ഈ പിള്ളേരെ നോക്കുന്ന ഒരാളും ഇത്രയല്ലേ ഉള്ളൂ. അവസാനം ഈ സിനിമ കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ആരും കാണത്തില്ലല്ലോ. എങ്ങനെ കഥയാക്കും, സിനിമയാക്കും ഇത്? അതൊക്കെ പറ്റി മൊത്തം കേക്ക്. ഈ പിള്ളേരെ കൊല്ലുവോ പിന്നെ അവസാനം? അവസാനം പിള്ളേരെ കൊല്ലൂല. ഈ അമ്മായിയമ്മ മരിച്ചു കഴിഞ്ഞപ്പോ ഈ പിള്ളേരെ ഇങ്ങനെ ഇതായി ഒരു ചേട്ടൻ കുടിക്കൊണ്ടിരിക്കുമ്പോ ഈ പിള്ളേരിങ്ങനെ വന്ന് ചോദിച്ചു ഞങ്ങളുടെ അമ്മേനെ കാണലെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇവര് കരഞ്ഞു. അങ്ങനെ ഇല്ല വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പിള്ളേരെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാ. അപ്പൊ ഇവിടെ അവർക്ക് ഫുഡൊക്കെ മേടിച്ചു കൊടുത്തു. അവര് നല്ല ഇതായിട്ട് ചോദിച്ചാൽ അവർക്കൊരു 2 പേർക്കും മൂത്തതിന് ഈ 22 വയസ്സായി മൂത്തതിന്. ഇളയതിന് 19 വയസ്സായി. അപ്പം ഇവര് 2 പേരും കൂടെ ഇവരുടെ അമ്മേനെ അടക്കിയ സ്ഥലത്ത് പോവാ. ഇവരുടെ അമ്മേനെ കണ്ടപ്പോൾ പെട്ടെന്ന് കരഞ്ഞു. ഞങ്ങളുടെ അമ്മയ്ക്ക് എന്ത് പറ്റിയതാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. അപ്പം ആണെങ്കില് ലാസ്റ്റ് ഈ പോലീസുകാരനില്ലേ താമസം മാറി പുള്ളിക്കാരന് മേലായിട്ട് പുള്ളിക്കാരൻ അതിന്റെ അപ്പുറത്തെ വീട്ടിൽ വന്നു ഭാര്യ മക്കളൊക്കെ ആയിട്ട്. അപ്പം ആണെങ്കില് ഈ മക്കളെ കണ്ടു. ചോദിച്ചു മക്കളെ നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടുത്തെ അമ്മ മരിച്ച അവരുടെ മക്കളാന്ന് പറഞ്ഞു. ആണോ? അപ്പൊ ആ കേസ് കഴിഞ്ഞതല്ലേ? അപ്പൊ ഈ മക്കള് ചോദിച്ചു ഈ കേസ് കഴിഞ്ഞല്ലേന്ന് ചോദിച്ചു. അത് കഴിഞ്ഞു എല്ലാം ക്ലിയർ ആയെന്ന് പറഞ്ഞു. അപ്പം ഫോൺ വിളിച്ചില്ലേ പോലീസുകാരനെ, അവൻ അവിടെ ഉണ്ടായിരുന്നു. നീയല്ലേ ഞങ്ങളെ ഫോൺ വിളിച്ചിട്ട് സഹായം ചോദിച്ചത് എന്ന് പോലീസുകാരൻ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു അതെ സാറേ, അത് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല, ഞങ്ങള് കണ്ട കാര്യങ്ങളാണ് ഞങ്ങള് പറഞ്ഞേന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു അല്ല പുള്ളിക്കാരൻ ഇങ്ങനെ പരിസരത്തെ പറ്റി ഇരിക്കല്ലേ, പോലീസിലാണ്. പുള്ളിക്ക് റെസ്റ്റ് വേണം, കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തേക്കോ പരിക്കൊക്കെ മാറാൻ വേണ്ടിട്ട്. അന്നത്തെ പോലീസുകാരനെ വിളിച്ചില്ലേ, അവൻ പെട്ടെന്ന് ഈ പോലീസുകാരനെ തള്ളിയിട്ടപ്പോ ഇത്തിരി കല്ലുള്ള സ്ഥലമാ, കല്ലൊക്കെ കയറത്തില്ല നമ്മുടെ കാലിലൊക്കെ, അതുപോലെ പുള്ളിക്കാരന്റെ വേദനയൊക്കെ ഇങ്ങനെ തറച്ചിട്ട് അങ്ങനെ പരിക്ക് പറ്റി. നമ്മുടെ കാലിലെ തൊലി പൊട്ടുന്ന പോലെ പറ്റിയ ഒരു പരിക്ക്. ഈ 8 വർഷമായിട്ട് എങ്ങനെയാണ് മാറാതിരിക്കുന്നത്? കഥാകൃത്ത് പറയുന്നത് കരിഞ്ഞിട്ടില്ല. സാധാരണ രീതിയിൽ 3 ദിവസത്തിനകത്ത് ആ മുറിവ് കരിഞ്ഞു തുടങ്ങും. അപ്പം അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ഈ പിള്ളേർക്ക് അന്നേരം എത്ര വയസ്സുണ്ടായിരുന്നു അന്നേരം? പിള്ളേർക്ക് അന്നേരം മൂത്തതിന് അന്നേരം 18 വയസ്സേ ഉള്ളൂ, ഇളയതിനൊരു 5 വയസ്സൊക്കെ. ഇവരുടെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഈ പിള്ളേർക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? മൂത്ത മോക്ക് ആണെങ്കിൽ 11 വയസ്സ്, ഇളയതൊന്നേരം ജനിച്ചിട്ടില്ല. അങ്ങനെ മക്കള് അവിടെ നിന്നപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞത് ചെറിയ കുട്ടിയാന്നല്ലേ പറഞ്ഞേ, ബേബിയാന്നല്ലേ പറഞ്ഞേ? ആദ്യം പറഞ്ഞത് കുഞ്ഞ്, അത് ജനിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതാ പറഞ്ഞേ 2 പിള്ളേരെന്നല്ലേ ആദ്യം പറഞ്ഞേ. ആദ്യം പറഞ്ഞത് ഇയാൾ മരിക്കുന്നതിന് മുമ്പ് ഇയാൾക്ക് 2 പിള്ളേരുണ്ട്, ഒന്ന് കുഞ്ഞൊരു പൊടി ബേബിയും പിന്നെ ഒന്ന് ഒരു ചെറിയ കുട്ടിയും, അങ്ങനല്ലേ ആദ്യം പറഞ്ഞേ? അല്ല അല്ലേ? അല്ല, അങ്ങനെ ഈ കുഞ്ഞുവാവ ജനിച്ചിട്ടില്ല. ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ പുള്ളിക്കാരി ഗർഭിണി ആയപ്പോഴത്തേക്കും ജനിച്ച കുഞ്ഞാണ് ഈ കുഞ്ഞുവാവ. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പോലീസുകാരൻ അവനെ ഫോൺ വിളിച്ചവനെ കണ്ടപ്പോഴത്തേക്കും ചോദിച്ചു ഞാൻ എന്നെ തള്ളിയിട്ടാണ് ഞാൻ ഈ അവസ്ഥയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം സാറേ അത് ഞാൻ ചെയ്തല്ലെന്ന് പറഞ്ഞു. പിന്നെ ഇത് ആരെയില്ലാന്ന് ചോദിച്ചു. നിന്നെ ഞാൻ ജയിലിൽ കയറ്റൂടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി സാറേ, സാറിന് കേറ്റാൻ പറ്റിയെങ്കിൽ കേറ്റാൻ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് ആയപ്പോ ആണെങ്കിൽ മക്കളില്ലേ, മക്കള് ചോദിച്ചു സാറേ ഞങ്ങളുടെ അമ്മ എങ്ങനെ മരിച്ചെന്ന് ചോദിച്ചു. നിങ്ങളുടെ അമ്മ ഈ കൊലപാതകത്തിൽ മരിച്ചാന്ന് പറഞ്ഞു, കൊലപാതകം പോലെ മരിച്ചാന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ താമസിക്കുകയും കൊലപാതകം പോലെ മരിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മ കൊന്നതാലോ, അതിനെയാണ് കൊലപാതകം പോലെ മരിക്കുമെന്ന് പറയുന്നത്. അപ്പം മക്കൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞെട്ടല് വന്നു. മീൻസ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടാണ് നിങ്ങളുടെ അമ്മ മരിക്കുന്നു പറയുമ്പോ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അമ്മ മരിക്കുന്ന സമയത്ത് ഈ മൂത്ത പയ്യന് എത്ര വയസ്സുണ്ട്?
അമ്മ മരിക്കുമ്പോ ആണെങ്കില് ഒരു 11. ഈ 11 വയസ്സിലല്ലേ അച്ഛൻ മരിക്കുന്നത്? 11 ആണ് അമ്മ മരിക്കണത്. അച്ഛൻ മരിക്കുമ്പോഴത്തേക്ക് ഈ കൊച്ചിന് വെറും 8 വയസ്സുള്ളൂ. മുമ്പേ പറഞ്ഞ 11 വയസ്സെന്നല്ലേ പറഞ്ഞേ? കഥയിൽ അങ്ങനെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ നമ്മുടെ സിനിമ കാണിക്കുമ്പോ ആൾക്കാർ നോക്കത്തില്ലേ? കഥ തെറ്റിപ്പോത്തില്ലേ? അമ്മ മരിക്കുമ്പോ കുഞ്ഞിന് 11 വയസ്സുണ്ട്. അമ്മ മരിക്കുമ്പോ കുഞ്ഞിന് 11 വയസ്സ്. അച്ഛൻ മരിക്കുമ്പോ ഇവർക്ക് 8 വയസ്സേ ഉള്ളൂ. പറഞ്ഞു തീർക്ക് കഥ പറഞ്ഞു തീർക്കില്ല. ഇതിപ്പോ ഇങ്ങനെ കഥ ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ മരിച്ചു, അത് ആരാണ് കൊന്നത്, എങ്ങനെ കൊന്നതെന്ന് അത് തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞു തീർക്കുക. അപ്പം ആണെങ്കില് ഈ പോലീസുകാരനോട് ചോദിക്കുക, ഈ കുഞ്ഞ് ഈ ഒരു 19 വയസ്സായ കുഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ അതിന് അറിയില്ലായിരുന്നു അമ്മ മരിച്ചിട്ടുള്ള ഇത്. അതൊന്നും അതിന് അറിയില്ലായിരുന്നു. ഈ ചേച്ചി ആണെങ്കിൽ ഈ പോലീസുകാരനോട് ചോദിച്ച് ഇവർ രണ്ടുപേരും അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരെ നോക്കുന്ന ആളുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങള് വേറെ എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് ഇവര് പോയി. പോയപ്പോഴത്തേക്കും പോലീസുകാരൻ ഇങ്ങനെ ചോദിക്കുക, ഞാൻ പരിക്ക് പറ്റിയ ദിവസം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞു ഞാൻ സാറിന് കണ്ടിട്ടില്ലെന്നോ എന്ന് മൂത്ത മോള് പറഞ്ഞു. ഈ പുള്ളിക്കാരന് സംശയം തോന്നി, ഇത് എന്ത് പറ്റി, ഇതെന്നാ ഇങ്ങനെയൊക്കെ എന്ന് ഓർത്ത് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. അത് കഴിഞ്ഞപ്പോ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഈ മരിമോളുടെ പ്രേതമില്ലേ, ഈ പ്രേതം വന്നിട്ട് ഇവളുടെ മോളെ ഇങ്ങനെ നോക്കുക, മക്കൾക്ക് എന്ത് പറ്റിയെന്ന് ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെടുക. അപ്പൊ ഇവിടെ എനിക്കൊന്ന് കാണാനോ എനിക്കൊന്നും തൊടാൻ പോലും അവളെ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അമ്മായിയമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലേ ഈ മോള് മരിച്ചത്, അമ്മായിയമ്മ കൊന്നതാണ്. അപ്പം ലാസ്റ്റ് ഭാഗം വരുമ്പോഴത്തേക്കും ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഞാൻ എഴുതി, ഒരു 2 ലൈനേ ഞാൻ എഴുതിയുള്ളൂ ആ പാട്ട്. അപ്പം ആദ്യത്തെ വരുന്ന ആ പാട്ട് മാത്രമേ ഞാൻ ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. ഇതിന്റെ അവസാനം എന്താണ്? ഈ കഥയുടെ അവസാനം എന്ത് സംഭവിക്കും? അവസാനം ഈ പിള്ളേര് നല്ലൊരു ജോലി മേടിച്ച് ഇവര് വലിയൊരു വീടൊക്കെ വെച്ച് മൂത്തമ്പോള് കല്യാണം കഴിച്ചു. അങ്ങനെയുള്ളൊരു ജോലി അവര് ഭയങ്കരമായിട്ട്. നമ്മൾ ഈ കഥയിൽ എന്താണോ ഈ കഥയിലൂടെ പറഞ്ഞത് അത് തന്നെയല്ലേ വീണ്ടും ഈ ക്ലൈമാക്സിൽ വരുന്നത്? ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വളരെ വ്യത്യസ്തവും ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു ക്ലൈമാക്സ് അല്ലേ പ്രേക്ഷകന് കൊടുക്കണ്ടേ? ഒരു ടെസ്റ്റ് വേണ്ടേ കഥയ്ക്ക്? ഈ കഥ എങ്ങനെയാണ് നമ്മൾ സിനിമയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കാണുന്നത്? ആൾക്കാരത് കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ ഇതിൽ നിന്ന് എന്ത് ഗുണപാഠം പഠിക്കണം? ഒരു ഗുണപാഠം പറയാ ഈ കഥയെ കുറിച്ചിട്ട്. പ്രേതത്തിന് ജീവിച്ചിരിക്കുന്ന ഒരാളെ തൊടാൻ കഴിയില്ല. ജീവിച്ചിരിക്കുന്നവരുമായിട്ടോ പ്രേതങ്ങളായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കോ ഈ കഥയോ കഥാപാത്രമായോ യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. അതായത് മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കഥ വരുന്നത്. അതായത് അമ്മായിയമ്മ മരുമനെ കൊന്നു, ആ അമ്മായിമ്മയുടെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ മകളെ കൊന്നു. ഈ മകളെ കൊന്ന അരിശത്തില് മകളുടെ ഭർത്താവ് പ്രേതമായി വന്നിട്ട് ഈ അമ്മായിമ്മയുടെ കരുത്തീകരിച്ചു കൊന്നു. ഈ അമ്മായിമ്മയുടെ പ്രേതം വീണ്ടും മരുമോന്റെ മക്കളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. സ്വന്തം മക്കളെ തൊടാൻ കഴിയാതെ അമ്മയുടെ പ്രേതം ആ നാട് മൊത്തം അലിഞ്ഞു തിരിഞ്ഞു നടന്നു. അല്ലേ? ഈ കഥ കേൾക്കുന്ന എന്നെയും കൂടെ ഒന്ന് കൊല്ലാവോ? ഈ കഥ കേൾക്കുന്ന എന്നെയും കൂടെ ഒന്ന് കൊന്നുതരാവോ? നമുക്കിത് നോക്കട്ടെ, നോക്കിയിട്ട് ആലോചിച്ചിട്ട് പറയാം. ഓക്കെ.